നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി, ജാസ്മിൻ വിളിച്ചായിരുന്നോ? ചേച്ചി അവളെ കോണ്ടാക്ട് ചെയ്തായിരുന്നോ? ഇല്ല സുശീലേ, ഞാൻ അവളെ വിളിക്കാൻ പോയില്ല. എന്തു പറഞ്ഞു വിളിക്കും? അവളുടെ വിവാഹം വിശാലമായി നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞല്ലേ ഇത്രയും നാള് നമ്മൾ അവളെ ഇവിടെ പിടിച്ചു നിർത്തിയത്. ആ കല്യാണം നടത്തിക്കൊടുക്കാൻ നമ്മൾ ആവും വിധം ശ്രമിക്കുകയും ചെയ്തു. പറഞ്ഞിട്ടെന്താ, അവൾക്ക് അതിനുള്ള യോഗമില്ലാതെ പോയി. കല്യാണം മുടങ്ങുകയും ചെയ്തു. പക്ഷെ പാഴായി പോയത് നമ്മൾ അവൾക്ക് കൊടുത്ത വാക്കല്ലേ. വാക്കിന് വ്യവസ്ഥ പാലിക്കാൻ സാധിക്കാതെ നമ്മൾ എങ്ങനെ അവളെ വിളിക്കും? ചേച്ചി, ഞാൻ അവളെ വിളിച്ചിരുന്നു. അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ. അവളുടെ ഡാഡിയെ വിളിച്ചപ്പോ കക്ഷി എടുക്കുന്നുമില്ല. ഒരു കണക്കിന് ജാസ്മിന്റെ ഡാഡി ഫോൺ എടുക്കാതിരുന്ന നന്നായിന്ന് കരുതിയാൽ മതി. അയാൾ എടുത്തിരുന്നെങ്കിൽ സുശീല ചിലപ്പോ അയാളുടെ വായിരിക്കുന്ന മുഴുവൻ ചീത്തം കേൾക്കേണ്ടി വന്നാനെ. അത് പ്രതാപം പറഞ്ഞത് 100% ശരിയാ. ജാസ്മിന്റെ ഡാഡി ഇപ്പൊ കലിതുള്ളിയിരിക്കുന്നുണ്ടാവും. ജാസ്മിന്റെ കല്യാണം മുടങ്ങിയതിന്റെ നാണക്കേട് അയാൾക്ക് സഹിക്കാൻ പറ്റുമോ? നമ്മളിൽ ആരെയെങ്കിലും അയാളുടെ കൺവെട്ടത്ത് കിട്ടിയാ അയാള് ചിലപ്പോ തീർത്തു കളയും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ജാസ്മിനും വിശാലും തമ്മിലുള്ള വിവാഹം നടത്താനായി ഒരിക്കലും പാളിപ്പോവാത്ത പ്ലാനായിരുന്നു നമ്മൾ ഒരുക്കിയിരുന്നത്. എന്നിട്ട് എന്തായി? എല്ലാം ഫ്ലോപ്പായി പോയില്ലേ? ജാസ്മിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. വിധിയെ തടുക്കാൻ നമുക്ക് സാധിക്കില്ല സുശീലേ. അവളൊരു നിർഭാഗ്യവതിയാണെന്ന് പറഞ്ഞാ മതിയല്ലോ. നിർഭാഗ്യവതിയാണെന്ന് ജാസ്മിന് മുദ്ര കുത്തണോ? പിന്നെന്താ പറയേണ്ടത്? ഇത്രയും കാലമായിട്ടും അവളും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കാതിരുന്നെങ്കിലേ അത് അവളുടെ ഭാഗ്യക്കേട് തന്നെയാ. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ജാസ്മിന്റെ വിവാഹം ഇനിയും വിശാലുമായിട്ട് നടത്തിക്കൂടെ? നമ്മൾ വിചാരിച്ച ഇനിയും അതിന് സാധ്യതയില്ലേ? ജാസ്മിനും വിശാലും തമ്മിലുള്ള വിവാഹം മുടങ്ങിപ്പോയതിന്റെ അപമാനം ജാസ്മിന് മാത്രമല്ലല്ലോ ഉണ്ടായത്, അത് നമുക്കും കൂടി ബാധകമാണ്. ഒരു തരത്തിൽ ജാസ്മിനെ പോലെ തന്നെ തോറ്റുപോയത് നമ്മളും കൂടിയാണ്. ഈ തോൽവിയുടെ ക്ഷീണം നമുക്കൊന്ന് മാറ്റണ്ടേ? അത് മാറണമെങ്കിൽ ജാസ്മിനും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കണം. നമ്മളത് നടത്തി കൊടുക്കണം. എനിക്കും ആ വാശിയുണ്ട് സുശീലേ. പക്ഷെ ഇത്രയ്ക്ക് മനസ്സ് നൊന്ത സ്ഥിതിക്ക് ജാസ്മിനെ വിശാലുമായിട്ടുള്ള വിവാഹത്തിന് തയ്യാറാവോ? ഉടനെ അവൾക്ക് ചിലപ്പോ ഈ ഷോക്കിൽ നിന്ന് മടങ്ങി വരാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്താൽ, അവൾക്കൊപ്പം നിന്നാൽ അവളെ നമുക്ക് പഴയ ജാസ്മിനാക്കി എടുക്കാം. നിങ്ങളെന്തു പറയുന്നു? നമുക്ക് ആലോചിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.